എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ പാഴാക്കി കളയുന്ന വസ്തുക്കൾ വെച്ചിട്ട് നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ്. ഈ കാർഡ്ബോർഡ് പീസ് നല്ല കട്ടിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഗം തേച്ച് ഒട്ടിച്ചു വച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അതിൽ ഇതേപോലെ ഹോളുകൾ ഉണ്ടാക്കുക. വാൾപേപ്പർ വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ വാൾപേപ്പറിൻ്റെ പീസ് ഇല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള കടലാസോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തേയിലയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കട്ടിയുള്ള ആ ഒരു കവറാണ്. അപ്പോൾ അതും നമ്മൾ കുറച്ചുകൂടി കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റ് പാകത്തിന് കാർഡ്ബോർഡ് പീസുകൾ വെട്ടി ഫെവി ബോണ്ട് ഉപയോഗിച്ച് നന്നായി ഒട്ടിച്ചെടുക്കണം. കാരണം ഫെവി ബോണ്ട് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഫിക്സ് ആയിട്ടിരുന്നോളും. ഫെവിക്കൊക്കെ ആകുമ്പോൾ അത്ര പെട്ടെന്ന് ഒട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എല്ലാ വശങ്ങളും കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് ഒട്ടിച്ചെടുക്കണം. വീണ്ടും വാൾപേപ്പർ ഉപയോഗിച്ച് ഈ ബോക്സുകളും ഒട്ടിച്ചെടുക്കണം. ഇത് ഒട്ടിക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. കാരണം ചുളുങ്ങിപ്പോയാൽ അത്ര ഭംഗി ഉണ്ടാകത്തില്ല. വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഭാഗങ്ങളൊക്കെ സിസർ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം വളരെ പതുക്കെ മാത്രം ശ്രദ്ധയോടുകൂടി ഇത് ചെയ്യണം. നമ്മൾ ഈ സ്റ്റിക്കിങ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നിച്ചെല്ലാം കൂടി റിമൂവ് ചെയ്യേണ്ട. കാരണം അതെല്ലാം കൂടി കൂട്ടി ഒട്ടിപ്പോവും. നമ്മൾ ഒട്ടിച്ച് വരുന്ന അനുസരിച്ച് പതിയെ പതിയെ റിമൂവ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ 2 ബോക്സുകളും ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഇട്ട ഹോളില്ലേ, അത് വാൾപേപ്പറിൽ വന്നിട്ടില്ല. അതിനുവേണ്ടി ഒന്നുകൂടി ആ വാൾപേപ്പറും കൂടി ചേർത്ത് ഇതേപോലെ ഹോൾ ഇടുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ ഈ തവിയൊക്കെ തൂക്കിയിടാൻ വേണ്ടി ഇങ്ങനെ സ്റ്റാൻഡ് വെക്കത്തില്ലേ, അത് പഴയതാവുമ്പം അതിൽ നിന്നും എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഇത് എടുത്ത് അതിലേക്ക് വെച്ച് അതവിടെ ഫിക്സ് ചെയ്യുക. ഇനി നമ്മുടെ 2 ബോക്സുകളും ഫെവി ബോണ്ട് വെച്ച് തന്നെ ഇതിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു വയ്ക്കണം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതും കൂടി ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓർഗനൈസർ റെഡിയായി. ഇങ്ങനെ ഒരു ഓർഗനൈസർ നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ മൊബൈലും അതുപോലെ സാനിറ്റൈസറും മാസ്കും നമ്മുടെ ചാവിയും എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും പ്രയോജനപ്പെടുത്തുക. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.